ഗൾഫ് നാടുകളും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷത്തിലാണ്. ഒമാനും ഇത്തവണ മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കൊപ്പമാണ് ഈദ് ആഘോഷിച്ചത്. രാവിലെ മുതൽ ഗൾഫിലെ ഈദ്ഗാഹുകളും പള്ളികളും വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു. 30 ദിവസത്തെ റമദാൻ വ്രതം പിന്നിട്ടാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളും ഇന്ന് ഈദുൽ ഫിത്തറിനെ വരവേറ്റത്. ഒരു ദിവസം വൈകി റമദാൻ ആരംഭിച്ച ഒമാനിലും നാട്ടിലും പെരുന്നാൾ ഒരേ ദിവസമായതിനാൽ ഐക്യത്തിന്റെ മധുരമുള്ള പെരുന്നാൾ കൂടിയായി ഇന്ന്. സുബഹി നമസ്കാരത്തിന് തൊട്ടു പിന്നാലെ ഈദ്ഗാഹുകളും പള്ളികളും തക്ബീർ മുഖരിതമായി. ഇരു ഹറമുകളിലും ലക്ഷങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിനായി സംഗമിച്ചു. സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലും പ്രവാസികൾ ആമോദത്തോടെ ഈദിനെ വരവേറ്റു. ഖത്തറിൽ 640 കേന്ദ്രങ്ങളിലായിരുന്നു പെരുന്നാൾ നമസ്കാരം. UAEയിൽ ദുബൈയിലും ഷാർജയിലുമായി 3 ഇടങ്ങളിൽ മലയാളത്തിൽ കുത്തുബയുള്ള ഈദ്ഗാഹുകൾ നടന്നു. ദുബൈ കിസൈസിൽ ടാർജറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ആദ്യമായി സംഘടിപ്പിച്ച മലയാളം ഈദ്ഗാഹിന് മൗലവി ഹുസൈൻ കക്കാട് നേതൃത്വം നൽകി. ദുബൈയിൽ അൽക്കൂസ് അൽമനാർ സെന്ററിൽ മൗലവി അബ്ദുസലാം മോങ്ങം ഇമാമായിരുന്നു. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപത്തെ ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹിൽ മൗലവി ഹുസൈൻ സലഫി നമസ്കാരത്തിന് നേതൃത്വം നൽകി. മറ്റ് രാജ്യങ്ങളിൽ നിന്നെത്തിയവരും ദുബൈയിലെ ഈദ്ഗാഹിൽ സംഗമിച്ചു. ഒമാനിൽ 29 നോമ്പ് മാത്രമേ ഉണ്ടാകാറുള്ളൂ. അത് ഈ വർഷവും ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഒമാനിൽ നിന്നും ഇന്നലെ രാത്രിയാണ് എത്തിയത്. ഇനിയിപ്പോൾ 2-3 ദിവസം സുഹൃത്തുക്കളോടൊപ്പം ഇവിടെ ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മലേഷ്യയിലായിരുന്നു പഠിച്ചത്. അപ്പോൾ മലേഷ്യയിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. മലേഷ്യയിൽ ഇത്ര മലയാളികൾ ഉണ്ടാവില്ല. നമ്മളധികം മലേഷ്യൻ്റെ കൂടെ ആയിരിക്കും. പിന്നെ മലയാളം കുത്തുപോകുന്നും ഉണ്ടാവില്ല. അപ്പോൾ വ്യത്യാസമുണ്ട്. രണ്ട് കൾച്ചറാണ്. നാട്ടിലൊരു ഫീലാണ്. മൊത്തത്തിൽ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ ചുറ്റും നോക്കിയപ്പോൾ കുറച്ച് പേരെ നാട്ടിലെ ഈദ്ഗാഹിന് നിൽക്കുന്ന പോലെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു സന്തോഷം. സ്ത്രീകളടക്കം 100 കണക്കിന് പേരാണ് ഈദ് നമസ്കാരത്തിൽ പങ്കെടുക്കാനെത്തിയത്. റമദാൻ പകർന്നു നൽകിയ ജീവിത വിശുദ്ധിയും ധർമ്മനിഷ്ഠയും ജീവിതത്തിലുടനീളം നിലനിർത്തണമെന്ന് ആഹ്വാനം ചെയ്തായിരുന്നു കുത്തുബകൾ. യാസിർ അറഫാദിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.